ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഓഫർ ഓഹരി. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, അതുപോലെ 2-3 സ്റ്റോക്സുകളുടെ ടെക്നിക്കൽ ലെവൽസ് ആണ് നാളത്തെ ട്രേഡിങ്ങിന് വേണ്ടിയുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നിഫ്റ്റിയുടെ ലെവൽസ് നോക്കാം. അപ്പോൾ നിഫ്റ്റിയിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ലെവൽസ് നമുക്ക് ആദ്യം മാർക്ക് ചെയ്യാം. 22,478ഉം 22,465ഉം, അതുപോലെ 22,417, 22,403, 22,350, 22,341. അപ്പോൾ ഇതൊക്കെയാണ് നിഫ്റ്റിയിലെ ഇൻസ്റ്റിറ്റ്യൂഷൻ ലെവൽസ്. അപ്പോൾ മാർക്കറ്റ് നാളെ നമ്മുടെ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ, അതായത് 22,478 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ വീണ്ടും ഒന്ന് റീടെസ്റ്റ് ചെയ്ത് നോക്കാം. റീടെസ്റ്റ് ചെയ്ത് തിരിച്ച് കയറുകയാണെങ്കിൽ ഒരു അപ്സൈഡ് പോകാൻ ചാൻസ് ഉണ്ട്. അതല്ല എങ്കിൽ 22,465 ലെവലിൽ ടച്ച് ചെയ്ത് താഴേക്ക് വരാണെങ്കിൽ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ലെവലിൽ വരെ വരാനും ചാൻസ് ഉണ്ട്, അതായത് 22,417 ലെവലിൽ. അപ്പോൾ ഈ ലെവൽസ് ഒന്ന് വാച്ച് ചെയ്ത് നോക്കാം. ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ ലെവൽസ് നോക്കാം. ഇപ്പോൾ ബാങ്ക് നിഫ്റ്റി നമുക്ക് ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്യാം. അതുപോലെ തന്നെ താഴെയും ഒരു ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്യാം. ഇപ്പോൾ ബാങ്ക് നിഫ്റ്റി ഒരു ട്രയാങ്കിൾ പാറ്റേണിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ ട്രേഡ് നടക്കുന്നത്. അപ്പോൾ നാളെ ബ്രേക്ക് ഔട്ടിന് വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ട്രെൻഡ് ലൈനാണ് ബ്രേക്ക് ഔട്ട് ചെയ്യണമെങ്കിൽ വീണ്ടും ഒന്ന് റീടെസ്റ്റ് ചെയ്ത് നോക്കാം. റീടെസ്റ്റ് ചെയ്ത് തിരിച്ച് കയറുകയാണെങ്കിൽ അപ്സൈഡ് പോകാൻ ചാൻസ് ഉണ്ട്. അതല്ല താഴേക്കാണ് ബ്രേക്ക് ഔട്ട് നടക്കണമെങ്കിൽ നമ്മളൊന്ന് വീണ്ടും റീടെസ്റ്റ് ചെയ്ത് നോക്കാം. റീടെസ്റ്റ് ചെയ്ത് താഴേക്ക് വരാണെങ്കിൽ ഡൗൺ സൈഡ് വരാനും ചാൻസ് ഉണ്ട്. ഓക്കെ, ഇപ്പോൾ മാർക്കറ്റ് ഈ ഒരു ട്രയാങ്കിൾ പാറ്റേണിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ നാളെ നമുക്കൊരു ബ്രേക്ക് ഔട്ട് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ് ബാങ്ക് നിഫ്റ്റിയിൽ. ഇനി നമുക്ക് നാളത്തേക്ക് വേണ്ടി സെലക്ട് ചെയ്തിരിക്കുന്ന സ്റ്റോക്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യത്തെ സ്റ്റോക്ക് BEയിലാണ്. അപ്പോൾ BEയിൽ നമുക്കിവിടെ ഒരു ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്യാം. ഈ ലോയും കണക്ട് ചെയ്ത് ഒരു ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഈ ഒരു ഹൈയും കണക്ട് ചെയ്ത് മറ്റൊരു ട്രെൻഡ് ലൈനോട് മാർക്ക് ചെയ്യാം. അപ്പോൾ ഇതും ഒരു ട്രയാങ്കിൾ പാറ്റേണിൻ്റെ ഉള്ളിലാണ് ട്രേഡ് നടക്കുന്നത്. അപ്പോൾ ഈ ഒരു ട്രെൻഡ് ലൈനാണ് ബ്രേക്ക് ഔട്ട് ചെയ്യണമെങ്കിൽ വീണ്ടും ഒന്ന് റീടെസ്റ്റ് ചെയ്ത് നോക്കാം. റീടെസ്റ്റ് ചെയ്ത് തിരിച്ച് മുകളിലേക്ക് പോവുകയാണെങ്കിൽ അപ്പ് സൈഡ് പോകാൻ ചാൻസ് ഉണ്ട്. അതല്ല താഴേക്കാണ് ബ്രേക്ക് ഔട്ട് നടക്കണമെങ്കിൽ വീണ്ടും ഒന്ന് റീടെസ്റ്റ് ചെയ്ത് നോക്കാം. റീടെസ്റ്റ് ചെയ്ത് താഴേക്ക് വരാണെങ്കിൽ ഡൗൺ സൈഡ് വരാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ബെല്ല് ഈ ഒരു ലെവൽസൊക്കെ ഒന്ന് മാർക്ക് ചെയ്തൊന്ന് വാച്ച് ചെയ്ത് നോക്കാം. അടുത്ത് നമ്മൾ AB ക്യാപിറ്റലാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ AB ക്യാപിറ്റൽ നമുക്ക് ഈ ഒരു ലോയും കണക്ട് ചെയ്ത് ഒരു ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്യാം. ഈ ഒരു ഹൈകൾ നമ്മൾ കണക്ട് ചെയ്ത് മറ്റൊരു ട്രെൻഡ് ലൈനും മാർക്ക് ചെയ്യാം. അപ്പോൾ ഈ ഒരു അപ്പ് ട്രെൻഡാണ് കാണിക്കുന്നത്. അപ്പോൾ അടുത്ത ദിവസം ഈ ഒരു ട്രെൻഡ് ലൈനാണ് ബ്രേക്ക് ഔട്ട് ചെയ്യണമെങ്കിൽ വീണ്ടും ഒന്ന് റീടെസ്റ്റ് ചെയ്ത് നോക്കാം. റീടെസ്റ്റ് ചെയ്ത് തിരിച്ച് കയറുകയാണെങ്കിൽ നമുക്ക് ബൈ എടുക്കാവുന്നതാണ്. അതല്ല താഴേക്കാണ് ബ്രേക്ക് ഔട്ട് ചെയ്യണമെങ്കിൽ വീണ്ടും ഒന്ന് റീടെസ്റ്റ് ചെയ്ത് നോക്കാം. റീടെസ്റ്റ് ചെയ്ത് താഴേക്ക് വരാണെങ്കിൽ ഡൗൺ സൈഡ് വരാനും ചാൻസ് ഉണ്ട്. അപ്പോൾ AB ക്യാപിറ്റൽ ഒന്ന് വാച്ച് ചെയ്ത് നോക്കാം. ഇനി അടുത്ത് ABFRലാണ്. അപ്പോൾ ABFRൽ നമുക്ക് ഈ ലോകൾ തമ്മിൽ കണക്ട് ചെയ്ത് ഒരു ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഇവിടെയും ഒരു ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഒരു നാരോ റേഞ്ചിൻ്റെ ഉള്ളിലാണ് ട്രേഡ് നടക്കുന്നത്. അപ്പോൾ അടുത്ത ദിവസം നമുക്കൊരു ബ്രേക്ക് ഔട്ട് ABFRൽ എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ട്രെൻഡ് ലൈനാണ് ബ്രേക്ക് ഔട്ട് ആണെങ്കിൽ വീണ്ടും ഒന്ന് റീടെസ്റ്റ് ചെയ്ത് നോക്കാം. റീടെസ്റ്റ് ചെയ്ത് തിരിച്ച് മുകളിലേക്ക് പോകുകയാണെങ്കിൽ അപ്പ് സൈഡ് വരെ പോകാൻ ചാൻസ് ഉണ്ട്, അതായത് ഈ ഒരു ഹൈ ഒക്കെ പോകാൻ ചാൻസ് ഉണ്ട്. ഇനി താഴേക്കാണ് ബ്രേക്ക് ഔട്ട് നടക്കണമെങ്കിൽ ജസ്റ്റ് ഒന്ന് റീടെസ്റ്റ് ചെയ്ത് നോക്കാം. റീടെസ്റ്റ് ചെയ്ത് താഴേക്ക് വരാണെങ്കിൽ നല്ല രീതിയിൽ ഡൗൺ സൈഡ് വരാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ സ്റ്റോക്സുകൾ ഒന്ന് വാച്ച് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു 3 സ്റ്റോക്സുകളാണ് നമ്മൾ നാളത്തേക്ക് വേണ്ടി സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇനി ന്യൂസുള്ള മെയിൻ സ്റ്റോക്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യത്തെ ന്യൂസ് ഉള്ളത് അയൺ എക്സ്ചേഞ്ചിനാണ്. അപ്പോൾ അയൺ എക്സ്ചേഞ്ചിന് 250.7 കോടിയുടെ ഓർഡറാണ് ലഭിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ ന്യൂസ് ഉള്ളത് ചോയ്സ് ഇൻ്റർനാഷണലാണ്. അപ്പോൾ ചോയ്സ് ഇൻ്റർനാഷണലിന് 520 കോടിയുടെ ഓർഡറാണ് ലഭിച്ചിരിക്കുന്നത്. മൂന്നാമത്തെ ന്യൂസ് ഉള്ളത് HG ഇൻഫ്ര എഞ്ചിനീയറിംഗിനാണ്. അപ്പോൾ HG ഇൻഫ്ര എഞ്ചിനീയറിംഗിന് 156 കോടിയുടെ 2 ലെറ്റർ ഓഫ് അവാർഡ്സ് ജോധ്പൂർ വിദ്യുത് വിതരണം നിഗത്തിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. പിന്നെ നാലാമത്തെ ന്യൂസ് ഉള്ളത് ഇൻഫോസിസിനാണ്. അപ്പോൾ ഇൻഫോസിസിന് 341 കോടി രൂപ പേ ചെയ്യാനുള്ള ഇൻകം ടാക്സിന് നോട്ടീസ് വന്നിട്ടുണ്ട്. അടുത്ത ന്യൂസ് ഉള്ളത് ബജാജ് ഓട്ടോയ്ക്കാണ്. അപ്പോൾ ബജാജ് ഓട്ടോയ്ക്ക് മാർച്ച് മാസത്തിലെ വോൾസെയിൽസ് 25.5% വർധനവാണ് വന്നിരിക്കുന്നത്. അതുപോലെ ഡൊമസ്റ്റിക് വോൾസെയിൽസിലും 18.2% വർധനവ് വന്നിട്ടുണ്ട്. അതുപോലെ എക്സ്പോർട്ടും 38.5% വർധനവും വന്നിട്ടുണ്ട്. പിന്നെ അടുത്ത ന്യൂസ് ഉള്ളത് ഹീറോ മോട്ടോ കോർപ്പിനാണ്. അപ്പോൾ ഹീറോ മോട്ടോ കോർപ്പിൻ്റെ വോൾസെയിൽസ് താഴേക്ക് വന്നിട്ടുണ്ട്. 5.6% ഇടിവാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് മെയിനായിട്ട് ന്യൂസ് വന്നിട്ടുള്ള സ്റ്റോക്സുകൾ. അപ്പോൾ ഈ സ്റ്റോക്സുകളും ഒന്ന് വാച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് എനിക്കൊന്ന് മെസ്സേജ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. അതുവരെ നന്ദി, നമസ്കാരം.